പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലരുടെയും കണ്ണിലെ കരടാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രാധാന്യം നേടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയുമായി തീരുവയുടെ പ്രശ്നത്തിൽ ഒരു വേർതിരിവൊക്കെ വന്നപ്പോൾ, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു സൗഹൃദപരമായ ബന്ധമില്ലാതായപ്പോൾ പോലും ഇന്ത്യ മറ്റ് രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പണ്ട് അമേരിക്ക ഒപ്പമില്ലെങ്കിൽ ആ രാജ്യം തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞിരുന്നിടത്ത് നിന്ന് ഇന്ന് ഇന്ത്യ അമേരിക്ക ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ വേണ്ട എന്ന ഉറച്ച നിലപാടും തീരുമാനവും സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് 4 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചത്. എന്നിട്ട് പോലും നരേന്ദ്രമോദി ഫോൺ എടുത്തില്ല. മാത്രമല്ല, ഷാങ്ഹായ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും പുടിനും കൂടിയുള്ള കൂടിക്കാഴ്ച, അതിനുശേഷം പുടിൻ്റെ ഔറോസ് എന്ന കാറ് മോസ്കോയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആ കാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റോക്കറ്റുകൾ കൊണ്ട് ആക്രമണം നടത്തിയാൽ പോലും ആ കാറിന് ഒന്നും സംഭവിക്കില്ല. അതിലിരുന്നു കൊണ്ട് നമുക്ക് തിരിച്ചാക്രമണം നടത്താം. ഓക്സിജൻ അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉള്ള ഔറസ് കാറിലാണ് 45 മിനിറ്റോളം നരേന്ദ്രമോദിയും പുടിനും സംസാരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംസാരിച്ചത് എന്നുള്ളത് ഈ ലോകത്ത് അറിയാവുന്നത് അവർക്ക് മാത്രമാണ്. അത് പുറത്തു വരികയുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസി കുറേ കാലമായി ഈ കുറേ കാര്യങ്ങൾ, അതായത് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അവർ നിരീക്ഷിക്കുന്നുണ്ട്. ഇടയ്ക്ക് പാകിസ്ഥാൻ, നമ്മുടെ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം പാകിസ്ഥാനിൽ ഹമാസ് നേതാക്കൾ എത്തി അവർക്ക് പാകിസ്ഥാനിലെ ഭീകരർക്ക് പരിശീലനം നടത്തി എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറിയിരുന്നു. അത് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസി ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ കണ്ണുകൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. ആ സമയത്താണ് ധാക്കയിൽ, അതായത് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ വെസ്റ്റിൻ ഹോട്ടലിൽ ഒരു ഓഗസ്റ്റ് 29-ാം തീയതി ഒരു റൂം എടുക്കുന്നു. അതായത് 808-ാം നമ്പർ റൂം എടുക്കുന്നത് ചില്ലറ വ്യക്തിയൊന്നുമല്ല, US-ന്റെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ, ആദ്യത്തെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറായ ടെറസ് ആർവല്ലെ ജാക്സൺ എന്ന് പറയുന്ന 50 വയസ്സുകാരനാണ് അവിടെ റൂം എടുക്കുന്നത്. കരോലിനിലെ റാഫോർഡിൽ സ്വദേശിയാണ് അദ്ദേഹം. 20 വർഷമായി യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2006-ലാണ് US ആർമിയിൽ അദ്ദേഹം ചേരുന്നത്. നോർത്ത് കരോലിനിലെ ഫോർട്ട് ബ്രാഗിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 1ാം സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡാണ്. US-ന്റെ 1ാം സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം അവിടെ റൂം എടുക്കുന്നു. അതിനുശേഷം ധാക്കയിൽ ഓഗസ്റ്റ് 31-ാം തീയതി രാവിലെ പതിവ് പോലെ ഇദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് ആഹാരത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഈ ഹോട്ടൽ ജീവനക്കാരെ വിളിക്കുന്നില്ല. ഈ ജീവനക്കാർക്ക് അപ്പോൾ സംശയം തോന്നി. ഇവർ ചെന്ന് കഥകൾ തട്ടുന്നു, കഥവ് തുറക്കുന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ടുവന്ന റൂം തുറക്കുന്നു. റൂം തുറന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹം മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചതാണ്, അദ്ദേഹം ധാക്കയിൽ എന്തിനാണ് വരുന്നത് എന്നൊക്കെ ഉള്ള തുടർന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു രാജ്യത്ത് മരിക്കുമ്പോൾ, ഒരു രാജ്യത്ത് കിടന്ന ഒരാൾ മരിക്കുമ്പോൾ ആ രാജ്യത്തെ കുറേ പ്രാഥമികമായ കാര്യങ്ങളുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ദേഹപരിശോധന അടക്കം, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ US ഈ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ ധാക്കയിലെ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ജീവനക്കാർ ധാക്കയിലെ പോലീസിനെ വിവരം അറിയിക്കുന്നു. അവർ എത്തുന്നതിന് മുമ്പ് തന്നെ US എംബസിയിൽ നിന്ന് ആളുകൾ വരുന്നു. US-ന്റെ എംബസിയിൽ നിന്ന് ആളുകൾ വരുന്നു. അവർ ദേഹപരിശോധന നടത്താനോ പോസ്റ്റ്മോർട്ടം നടത്താനോ സമ്മതിക്കാതെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ന്യൂയോർക്കിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നു. ഇതിന് ദിവസങ്ങൾക്ക് മുൻപ് 2 പ്രത്യേകതകൾ ഇക്കാര്യത്തിലുണ്ട്. ഒന്ന്, ഇദ്ദേഹം മരിച്ച ദിവസത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. 2, ഈ മുൻ US അംബാസിഡറായ പീറ്റർ ഹാസ്, അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് ആവർത്തിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇന്ത്യൻ ഇന്റലിജൻസ് എന്തിനാണ് മുൻ US പ്രസിഡന്റ് ബംഗ്ലാദേശിലേക്ക് ഈ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു നിയന്ത്രണത്തിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരാണ് അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത്. മുഹമ്മദ് യൂനസ് എന്ന് പറയുന്നത് ഒരു പാവ സർക്കാരാണ്. അപ്പോൾ അവർ ഡീപ് സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്.
ഈ ബംഗ്ലാദേശിലെ ധാക്കയിലേക്ക് ഡീപ് സ്റ്റേറ്റ് അടുത്ത് കണ്ണുവച്ചിരുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിലെ നരേന്ദ്രമോദിയാണ് അവർ കണ്ടുവച്ചിരുന്നത്. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് അവരുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അവർ നിയോഗിച്ച ഒരാളാണ് ടെറസ് ആർവെല്ലെ ജാക്സൺ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ മോദിയുടെ ഭരണം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് അത് നടക്കാത്തത് കൊണ്ട് നരേന്ദ്രമോദിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഡീപ് സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത ഒരാളാണ് ടെറസ് ആർവെല്ലെ ജാക്സൺ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡീപ് സ്റ്റേറ്റും അമേരിക്കയും തമ്മിൽ പണ്ട് ഡീപ് സ്റ്റേറ്റിനെ എതിർത്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത്. ഇപ്പോൾ ഒന്നുകിൽ ഡീപ് സ്റ്റേറ്റിന് അമേരിക്കൻ പ്രസിഡന്റ് വഴങ്ങി, അല്ലെങ്കിൽ അവരുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങി, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ട്രംപ് തീരുമാനിച്ചു. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജോർജ് സോറസുമായി രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം, കൂടിക്കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവർക്കാർക്കും തകർക്കാൻ കഴിയാത്ത അതിശക്തനായ ഒരാളായി നരേന്ദ്രമോദി മാറുന്നു എന്നുള്ളത് ഇവരെയൊക്കെ ഭയപ്പെടുത്തുന്ന കാര്യം തന്നെ. എന്തൊക്കെ തരത്തിൽ നോക്കിയിട്ടും രാജ്യത്തെ കലാപം സൃഷ്ടിക്കാൻ നോക്കിയിട്ടും, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കലാപം സൃഷ്ടിക്കാൻ നോക്കിയിട്ടും ഒന്നും ഡീപ് സ്റ്റേറ്റിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മുടെ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഈ ദേശീയ പതാക പറക്കുന്നിടത്ത് ഖാലിസ്ഥാൻ പതാക കെട്ടാനുള്ള ശ്രമങ്ങൾ നടന്നു. അത്രമാത്രം വലിയ കലാപമാണ് യൂണിവേഴ്സിറ്റികൾ വഴിയും രാജ്യത്തെ ജനങ്ങൾ വഴിയും ഒക്കെ നോക്കിയത്. പക്ഷെ ഇതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് നരേന്ദ്രമോദിയാണ് ഈ രാജ്യത്തെ കലാപങ്ങൾ ഉണ്ടാക്കാൻ തങ്ങൾക്ക് അവസരം നൽകാത്തത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണ് തങ്ങൾക്ക് രാജ്യത്തെ കലാപങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയെ തകർക്കാൻ കഴിയാത്തതെന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഒരു നിഗമനമുണ്ട്. ആ നിഗമനം ചെന്നെത്തിയത് നരേന്ദ്രമോദിയെ തീർക്കുക എന്ന ഉദ്ദേശത്തിലാണ്. അവിടെയാണ് ഈ ടെറസ് ആർവെല്ലെ ജാക്സൺ എത്തിയതിനു ശേഷം ഈ നേരത്തെ പറഞ്ഞതുപോലെ മുൻ US അംബാസഡർ പീറ്റർ ഹാസ് 6 തവണയാണ് ബംഗ്ലാദേശ് സന്ദർശിച്ചത്. ഈ ടെറസ് ആർവെല്ലയുമായി അയാൾ കൂടിക്കാഴ്ച നടത്തി വന്നതിന് ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ 6 തവണ ഇയാൾ സന്ദർശിച്ചു. ഇയാൾ കണ്ടത് ബംഗ്ലാദേശിന്റെ ഭരണം അട്ടിമറിച്ച സംഘടനയുടെ ആളുകളുമായാണ് ഇയാൾ 6 തവണ സംസാരിച്ചത്. വിദ്യാർത്ഥി കലാപം ഉണ്ടാക്കിയ നേതാക്കളുമായാണ് ഇയാൾ 6 തവണ സംസാരിച്ചത് എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ഇന്റലിജൻസ് അത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ പീറ്റർ ഹാസിന്റെ വരവ് എന്തിനാണ്, ഇയാൾ 6-7 തവണ എന്തിനാണ് ധാക്കയിലേക്ക് വന്നത്, മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെയുള്ളത്. ഇതിനിടയ്ക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ റഷ്യൻ ഇന്റലിജൻസ്, മൊസാദിന്റെ കണ്ണുകൾ ലോകം മുഴുവനുണ്ട്, മൊസാദിന്റെ ചാരസംഘടന ലോകം മുഴുവനുണ്ട് എന്ന് പറയുന്നത് പോലെ റഷ്യൻ ഇന്റലിജൻസും അങ്ങനെയാണ്. അപ്പോൾ റഷ്യൻ ഇന്റലിജൻസ് ഇത് കൃത്യമായി നരേന്ദ്രമോദിക്ക്, അതായത് റഷ്യൻ ഇന്റലിജൻസ് പുടിനോട് പറയുന്നു, പുടിൻ ഇത് കൃത്യമായി നരേന്ദ്രമോദിയെ അറിയിക്കുന്നു. അവർ തമ്മിലുള്ള അനൗദ്യോഗികമായ ചർച്ച കാറിനകത്ത് നടന്നത് അതായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധർ തന്നെ ഇതിൽ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ടെറസ് ആർവെ ജാക്സൺ വന്നത് വെറുതെയല്ല, ഡീപ് സ്റ്റേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ബംഗ്ലാദേശിലെത്തിയത്. ലക്ഷ്യം മോദിയായിരുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ അദ്ദേഹത്തെ റഷ്യയിലെ അല്ലെങ്കിൽ മറ്റാരോ ഏതോ ഒരു അജ്ഞാതൻ, അത് റഷ്യൻ ചാരസംഘടനയിലെ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അജ്ഞാതനായിരിക്കാം, ചിലപ്പോൾ അജിത് ഡോവലിന്റെ അജ്ഞാതന്മാരായിരിക്കാം, ആരായാലും നിർദ്ദേശം കിട്ടി ഇരു ചെവി അറിയാതെ അദ്ദേഹത്തെ തീർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.